എല്ലാ ബിന്ദു ചേച്ചി, നമ്മളെ ആലക്കത്തെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മള് കുറച്ച് കാര്യങ്ങളെല്ലാം അന്ന് സംസാരിച്ചിട്ടില്ലേനോ? ബാക്കി പുകിലെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മീട്ടത്ത് കൈ വെക്കൂ, അത്രയുണ്ട്. എന്തെന്നാന്ന് പറയണ്ടേ, ഇവളെന്നാ ഞമ്മളോട് പറഞ്ഞത് അറേഞ്ച് മാരേജ്, അന്വേഷണം വന്നത്, അങ്ങനെ ഇങ്ങനെയല്ലേ നമ്മളോട് പറഞ്ഞേ. ഈ പെണ്ണാ ചെക്കനെ പ്രേമിച്ചതാവൂലു. ഈ ചെക്കന് യൂറോപ്യൻ കൺട്രിയിൽ എന്തോ വലിയ പണിയാവൂലു. നല്ല പൈസയുള്ള ടീമാണ്. അപ്പൊ ഈ പെണ്ണ് പ്രേമിച്ച ഈ കരിക്കട്ട പോലത്തെ ചെക്കനെ ഈ പെണ്ണ് പ്രേമിക്കണമെങ്കിൽ അതിലെന്തെങ്കിലും ഉണ്ടാവും. ശ്രീജയന്റെ എല്ലാം മോള് അമ്മ എന്തായാലും എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവൂലേ. ആന്ന്, അന്ന് നമുക്ക് പൊന്നിവലി കാണിച്ചു തരാത്ത എന്തുകൊണ്ടാന്ന് ഇപ്പൊ എനക്ക് മനസ്സിലായി. ഇതെല്ലാം ആടെന്ന് പറയുന്ന കേട്ടതാന്ന്, നിങ്ങൾ ആരോടും പറഞ്ഞേക്കല്ല. ഈ പൊന്നെല്ലാം വാടക എടുത്തതാ പോലും. ഇപ്പൊ ഇടുന്നല്ലോ പീടിയെന്നല്ലോ കല്യാണത്തലേന്നും പിറ്റേന്നെല്ലാം ഇടുന്ന പൊന്നു വാടക എടുത്ത. ഇത്രമാതിരി പൊന്നു അരപ്പട്ടിയെല്ലാം ഉണ്ടായപ്പോ തന്നെ എനക്ക് തോന്നി ഇത് ഇടുന്നാന്ന്. ഈ ശ്രീജക്കും ഭർത്താവിന് ഇത്ര പൊന്നെല്ലാം കൊടുക്കേ. ഇതെല്ലാം ഈ ഗ്യാരണ്ടീന്റെ മാലയെല്ലാം പോലും. ആടുന്ന് സ്മിതയെല്ലാം പറയുന്നുണ്ട്, ഒരാൾക്ക് പോലും തലേന്ന് പൊന്ന് കാണിച്ചു കൊടുക്കാത്തരെ എനക്കും ഇതെല്ലാം ഓടീനപ്പ. ഞാൻ അന്നേരേ മനസ്സിൽ വിചാരിച്ചിന്, അല്ലെങ്കിൽ ഇവള് എവിടെയെങ്കിലും കല്യാണം ഉണ്ടെങ്കിൽ പൊന്ന് കാണാൻ വലിയ തിക്കിക്കൂടി പോന്ന ഓളാണ്. ഇവള് നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. എന്താന്ന് പറയണ്ടേ, ഈ കരിക്കട്ട പോലത്തെ ചെക്കന അന്ന് കല്യാണപ്പന്തലിന്ന് കാണുമ്പോയില്ലേ, ഈ പെണ്ണിന്റെ വയ്യന്നെ കുറെ തുള്ളിച്ചികള് എന്ന് പറയണ്ടേ താലെല്ലാം എടുത്തിട്ട് വരുന്നു. ഇപ്പൊ പണ്ടെല്ലാം ഉണ്ട് ഇങ്ങനെയല്ലോ കുറെ തുള്ളിച്ചികള് ആനയിച്ചിട്ടാന്ന് ഇപ്പൊ പെണ്ണിനെയെല്ലാം കൊണ്ടുവരുന്നു. ബ്രൈഡ് ടു ബി എന്നും പറഞ്ഞിട്ടു, സേവ് ദ ഡേറ്റ് എന്നും പറഞ്ഞിട്ട് എന്തെല്ലാന്ന് ഈ കല്യാണത്തിന്റെ പുകില്. ആ ഈ ഒരു ഇതിന് ആ ചെക്കൻ പോരാണ്ടായി പോയി സ്റ്റൈലിന്. എന്തോരം ഭംഗിയിലെ പെണ്ണാന്ന് ഈ കരിക്കട്ട പോലത്തെ ചെക്കനെയല്ലേ. പൈസ കണ്ടിട്ട് വേറെന്ത്, നിങ്ങളെന്നാ പറയുന്നു. പൈസേന്റെ മുകളിൽ പരുന്ത് ഓടുന്ന് പറഞ്ഞ ശരി തന്നെയാന്ന്. ശ്രീജന്റെ മോള് തന്നെയാന്ന് ഓള്. ശ്രീജന്റെ ആ ഒരു സ്വഭാവം എന്നാന്നല്ലേ ഇങ്ങനെയെല്ലാം ഉണ്ടാ. ഇതൊന്നും ഞമ്മളറിയാൻ ഇത്ര വൈകിപ്പോയല്ലോ. അങ്ങനെ പാട്ടാ പോലൂ. ആന്ന്, എന്താന്നല്ലേ പറയാ. എന്റെ ദൈവമേ.